പടം കുഴപ്പമില്ല, കോമഡി ഒന്നുമില്ല, കോമഡി അല്ല, ഒരു സസ്പെൻസ് ത്രില്ലറാണ്. ഫസ്റ്റ് ചെറിയൊരു ലാഗ് നമുക്ക് ഫീൽ ചെയ്യെങ്കിലും പക്ഷേ സെക്കൻഡ് ഹാഫ് വരെ മാത്രം നല്ല രീതിയിൽ പടം കയറും. ഞാൻ ഇടയ്ക്ക് പകതായിരുന്നെങ്കിൽ അടിപൊളി ആയിരിക്കും എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കൊള്ളാം, പടം സൂപ്പറാണ്, അടിപൊളി സസ്പെൻസ് ത്രില്ലറാണ് പടം. ഒരു അവസാനം ഒരു 10 മിനിറ്റ് നമുക്ക് കഥ മനസ്സിലാവുള്ളൂ, അതുവരെ നമ്മൾ പിടിച്ചിരുത്തി കൺഫ്യൂഷൻ ആക്കിക്കൊണ്ടിരിക്കും. എന്താണ് നമുക്ക് ഒരു പിടുത്തം തരുന്നില്ല. അവസാനം കോമ്പോ കൊള്ളാം, അടിപൊളി. നസ്രിയ നല്ല അടിപൊളി പെർഫോമൻസ്. ഒരു കോമഡി പടം കുഴപ്പമില്ല, കോമഡി ഒന്നുമില്ല, കോമഡി അല്ല, ഒരു സസ്പെൻസ് ത്രില്ലറാണ് പടം. അതാണ് സൂപ്പർ ഫിലിം, ഒരു സസ്പെൻസ് ഫാമിലി ത്രില്ലർ എന്ന് തന്നെ പറയാൻ പറ്റും. എനിക്ക് ഭയങ്കര ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പടത്തിൻ്റെ എവരി ഏരിയ പിടിച്ചിട്ടുണ്ട്. നസ്രീനെയും നമ്മൾ ഷോക്കിങ് ബേസിൽ നസ്രിയെ നമ്മൾ ഈ കണ്ടേക്കുന്ന ഒരു പാറ്റേൺ ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടാണ് പടത്തിൽ മേക്ക് ചെയ്തേക്കുന്നത്. സസ്പെൻസ് നല്ല രീതിയിൽ പിടിച്ചിട്ടുണ്ട്, എവരി ഏരിയ എൻഗേജിങ് ആക്കിയിട്ടുണ്ട്. സ്ക്രിപ്റ്റ്, ഡയറക്ഷൻ, എഡിറ്റിങ്, BGMs എല്ലാം സൂപ്പറായിട്ടുണ്ട്. ഇത് തിയേറ്ററിൽ കത്തുന്നുള്ള ഒരു സംശയമില്ല. സൂപ്പർ മൂവി. കോമഡി ഒന്നും പ്രതീക്ഷിക്കുക വേണ്ട, കോമഡി ഒന്നും അല്ല. ഇങ്ങനെയാണ് സത്യം പറഞ്ഞ സ്ക്രിപ്റ്റ് സെലക്ഷൻസ് അല്ല ഡയറക്ഷൻസ് വേണ്ടത്. ആ 2 കോമഡി പാറ്റേണിലുള്ള 2 ആക്ടേഴ്സിനെ കൊണ്ടുവന്നിട്ട് ഇത് സസ്പെൻസിലോട്ട് കയറ്റി വേറൊരു ലെവൽ ഐറ്റത്തിലോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. സൂപ്പർ മൂവി. പിന്നെ എനിക്ക് ഫസ്റ്റ് ഹാഫിനേക്കാളും സെക്കൻഡ് ഹാഫും ക്ലൈമാക്സ് ട്വിസ്റ്റൊക്കെ സൂപ്പറാണ്. നസ്രിയയുടെ നല്ലൊരു തിരിച്ചുവരാണ്. കോമ്പോ അടിപൊളിയായിട്ടുണ്ട്. ഞാൻ ഇടയ്ക്ക് പകതായിരുന്നെങ്കിൽ അടിപൊളി ആയിരിക്കും എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പകതിന് പറ്റിയ നല്ലൊരു ക്യാരക്ടറായിരുന്നു. പക്ഷെ അവർ രണ്ടും കൂടെ ആയിരുന്നെങ്കിൽ ഒരു സസ്പെൻസ്, ഒരു ക്രൈം ത്രില്ലർ. അടിപൊളി ഫിലിമാണ്, സൂപ്പർ മൂവിയാണ്, സസ്പെൻസ് ത്രില്ലറാണ്. കാരണം സ്റ്റാർട്ടിങ് തൊട്ട് അവസാനം വരെ പിന്നെ നസ്രിയയും ബേസിലും കട്ടയ്ക്കാണ് അഭിനയിച്ചിട്ടുള്ളത്. നമുക്കൊരു പോയിന്റ് പോലും പറയാൻ പറ്റില്ല, കാരണം അത്രയ്ക്കും ക്ലിയർ ആയിട്ട് മൂവി പോകേണ്ടത്. കാരണം അത്ര സസ്പെൻസ് ആയതുകൊണ്ട് നമുക്കൊന്നും അതിൽ കഥയെക്കുറിച്ച് ഒന്നും റിലീവ് ചെയ്യാൻ പറ്റില്ല. അടിപൊളി, ഒന്നും പറയാനില്ല. എല്ലാവരും കൊള്ളാം. ഫസ്റ്റ് ചെറിയൊരു ലാഗ് നമുക്ക് ഫീൽ ചെയ്യെങ്കിലും പക്ഷേ സെക്കൻഡ് ഹാഫ് വരെ മാത്രം നല്ല രീതിയിൽ പടം കയറി വരുന്നുണ്ട്. ഒരു ഹൊറർ ത്രില്ലർ മൂഡിലോട്ട് കയറി വരുന്നുണ്ട്. നൈസാണ്, നസ്രിയയും ബേസിലും നൈസും കൂടും. അടിപൊളിയായിരുന്നു, നല്ല മൂവി. വളരെ അവർ തമ്മിലുള്ള കോമ്പിനേഷൻ അല്ലെങ്കിലും മൊത്തത്തിൽ അവർ തമ്മിൽ നല്ലതായിട്ട് വർക്ക്ഔട്ട് ആയിട്ടുണ്ട്. വെരി ഡിഫറെൻറ്റ് മൂവി സാധാരണ ഉണ്ടാവും. നമ്മളിപ്പോൾ കാണുന്ന ഒരു കോൺസെപ്റ്റുമായി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ്. ആസ് എക്സ്പെക്റ്റഡ് 100% ഫാമിലി എൻ്റർടൈൻമെൻറ്റ്. യെസ്, അത് വെച്ചാൽ നമ്മൾ സാധാരണ നമ്മളിപ്പം ട്രെയിലർ കാണുമ്പോൾ നമുക്കറിയാം സംതിങ് ഡിഫറെൻറ്റ്, നമുക്ക് എന്താണെന്ന് ക്ലിക്ക് ആവില്ല. ത്രൂ ഔട്ട് ദ മൂവി അത് അങ്ങനെ തന്നെ പോകുന്നത്. എന്തിലാണ് നമുക്ക് മനസ്സിലാവുള്ളൂ എന്താ സംഭവം എന്നുണ്ട്. ആൻഡ് ആക്ച്വലി അത് ആ ഒരു എക്സ്പെക്ടേഷൻ മീറ്റ് ചെയ്തിട്ടുണ്ട്. വണ്ടർഫുൾ. അത് നിങ്ങളെന്നെ കണ്ടു നോക്കൂ. ഇറ്റ്സ് ആക്ച്വലി സസ്പെൻസ് ഉണ്ട്, ഹ്യൂമർ ഉണ്ട്, എല്ലാം ഉണ്ട്. ആക്ച്വലി ഇറ്റ്സ് എ കംപ്ലീറ്റ് പാക്കേജ്, ഫുൾ ഓൺ ഇറ്റ്.